ആറാം ദിനത്തിലേക്ക് കടന്ന വയനാട്ടിൽ മിഷൻ ബേലൂർ മഗ്ന രാവിലെ ആനയുടെ സിഗ്നൽ മാനുവയൽ വനത്തിൽ നിന്ന് ലഭിച്ചു. രാത്രിയോടെ കാട്ടിക്കുളം പനവലി റോഡ് മുറിച്ചു കടന്നെന്നും വിവരമുണ്ട്. അതേസമയം വന്യജീവി പ്രശ്നം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ യോഗം ഇന്ന് ചേരുകയാണ്. ഷിബു CV വിവരങ്ങൾ നൽകാൻ ചേരുന്നു. ഷിബു, ഈ ആനയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ്? ഇതിന്റെ സിഗ്നൽ ലഭിച്ചു എന്നുള്ള വിവരമുണ്ട്. മറ്റ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ്? അതായത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വേലൂർ മഗ്നയുടെ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് കാട്ടിക്കുളം പനവല്ലി റോഡിനടുത്തുള്ള മാനിവയൽ എന്ന പ്രദേശത്ത് നിന്നാണ്. ഇപ്പോൾ ഈ ആന 2 കിലോമീറ്റർ വനത്തിനുള്ളിലായാണ് ഉള്ളതെന്നാണ് വനപാലകർ പറയുന്നത്. ഏതായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിന് ചുറ്റുമായി ഒരു വലയം തീർത്ത് ഉള്ള ഒരു ദൗത്യമാണ് ഇപ്പോൾ രാവിലെ ആരംഭിച്ചിട്ടുള്ളത്. രാവിലെ 5 മണി മുതൽ തന്നെ ഈ ദൗത്യ സംഘം വനത്തിന്റെ പല ഭാഗങ്ങളിലുമായി ഉണ്ടായിരുന്നു. പിന്നീടാണ് സിഗ്നൽ ലഭിച്ചത്. സിഗ്നൽ ലഭിച്ചതിനെ തുടർന്ന് ആ ഭാഗം കേന്ദ്രീകരിച്ച് വലയം തീർത്തുള്ള ദൗത്യമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. RRT സംഘമുണ്ട്, അതുപോലെ തന്നെ നേരത്തെ ഉള്ളതുപോലെ വെറ്റിനറി സംഘമുണ്ട്, വലിയ ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. എല്ലാവരും കൃത്യതയോടുകൂടിയുള്ള പഴുതടച്ചുള്ള ഒരു ശ്രമമാണ് ഇന്നും നടക്കുന്നത്. വനത്തിനുള്ളിൽ വെച്ച് മയക്കുവെടി വെക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മനസ്സിലായതോടുകൂടി വനത്തിന് പുറത്ത് കടക്കുന്ന ഉടൻ തന്നെ മയക്കുവെടി വെക്കാനുള്ള ഒരു സാഹചര്യമാണ് അവർ നോക്കുന്നത്. ഇന്നലെ വനത്തിന് പുറത്ത് അങ്ങനെ 2 തവണ കടന്നത്. ഒരു തവണ രാത്രി 9:30-ക്കായിരുന്നു, ഒന്ന് ഇന്നലെ പുലർച്ചെയുമായിരുന്നു. അതിനാൽ മയക്കുവെടി വെക്കാൻ സാധിച്ചില്ല. പിന്നീട് ഇതിന് കൂടെ തന്നെ ഒരു മോഴയാന ഉള്ളതിനെ കുറിച്ച് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ മോഴയാനയും അക്രമാസക്തനാകുമോ എന്നുള്ളൊരു ഭീതി ഈ വനപാലകർക്കുണ്ട്. കാരണം ഇന്നലെ ഒരു തവണ വനപാലകർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും പിന്നീട് വെടിയുതിർത്തും പടക്കം പൊട്ടിച്ചും അവർ ഈ മോഴയാനയെ അകറ്റുകയുമാണ് ചെയ്തത്. അതിനാൽ ഈ 2 ആനകളെ ഒരേ സമയം നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യേണ്ടതുള്ളത് കൊണ്ടാണ് ഈ ദൗത്യം വലിയ പ്രതിസന്ധിയിലായിട്ടുള്ളത്. അത് പരിഹരിച്ച് ഈ വേലൂർ മഗ്നയെ മാത്രം ഒറ്റപ്പെടുത്തി പുറത്തു ചാടിച്ച് മയക്കുവെടി വെക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഷിബു, ഈ ഒരു പ്രശ്നം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും വലിയ പ്രതിസന്ധിയാണ്. കാരണം ഈ വന്യമൃഗങ്ങളെ നിയന്ത്രിച്ചു നിർത്താനുള്ള സംവിധാനം ഒരുക്കുക, സജ്ജീകരണങ്ങൾ ഒരുക്കുക, ഒപ്പം ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുക എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് യോഗം ചേരുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്രധാനമായും സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ളത്? സംസ്ഥാന സർക്കാർ മാത്രമല്ല, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട ക്രമസമാധാന പാലവുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രതിസന്ധിയിലായിരിക്കുന്നു, പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ പ്രതിസന്ധിയിലായിരിക്കുന്നു. അങ്ങനെ എല്ലാവരും പ്രതിസന്ധിയിലാണുള്ളത്. ഈ സാഹചര്യത്തിൽ ഒരു 620 കോടി രൂപയുടെ ഒരു പാക്കേജ് ഇതിനു മുൻപ് 2 പദ്ധതികളായി ഒരു 150 കോടി രൂപ, അതായത് നബാർഡിന്റെ സഹായത്തോടു കൂടി ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി ഒരു 150 കോടി രൂപയുടെ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഒരെണ്ണം. രണ്ടാമത്തെ 450 കോടി രൂപയുടെ നോഡൽ ഓഫീസർ KS ദീപൻ, അതായത് നോർത്ത് കേരള CCF KS ദീപൻ നോഡൽ ഓഫീസറായിക്കൊണ്ട് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു 450, പിന്നെ ഒരു 20 കോടി രൂപയുടെ മറ്റൊരു പദ്ധതിയും, അങ്ങനെ 620 കോടി രൂപയുടെ പദ്ധതി ഇപ്പോൾ നിലവിൽ തയ്യാറായി കഴിഞ്ഞതുണ്ട്. ഇതിന് കേന്ദ്ര അംഗീകാരം വാങ്ങിയെടുക്കുകയോ ഏതെങ്കിലും വിധേന ഈ ഫണ്ട് കണ്ടെത്തുകയോ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമാകാനിടയുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം താൽക്കാലികമായിട്ടുള്ള ആശ്വാസ നടപടികൾ. അതായത് ഇപ്പോൾ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ധാരാളം പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട്, അവരുടെ കാര്യം. വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെട്ടവര്, അതുപോലെ ഈ കന്നുകാലി വളർത്തുമൃഗങ്ങൾക്കും മനുഷ്യർക്കും വനത്തോട് ചേർന്ന ആളുകൾക്കും ഇൻഷുർ ഏർപ്പെടുത്തുന്ന കാര്യം, ഇങ്ങനെയുള്ള കാര്യമൊക്കെയാണ് ഇന്നത്തെ ഇതിൽ തീരുമാനമാകാൻ സാധ്യതയുള്ളത്. ഏതായാലും പെട്ടെന്നുള്ള ചില നടപടികളും ശാശ്വതമായ ചില ദീർഘകാല പദ്ധതികളും ഇന്ന് തീരുമാനമാകാനിടയുണ്ട്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും നിന്നുള്ള ജനപ്രതിനിധികളുമാണ് തിരുവനന്തപുരത്തെ ആ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ശരി ഷിബു, വിശദവിവരങ്ങൾ നൽകുകയായിരുന്നു. വയനാട്ടിൽ നിന്ന് എന്തായാലും സംസ്ഥാന സർക്കാർ ഈ വന്യജീവി വിഷയത്തിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനും മറ്റ് ക്രമീകരണങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലുമൊക്കെ ഏതാനും തീരുമാനം എടുത്തേക്കും എന്നാണ് കരുതുന്നത്.